രാജീവനും അരുണും ചേർന്ന് നടത്തിയ ചതിയിൽപ്പെട്ട സുധീഷിനെ രക്ഷിച്ചുകൊണ്ട് സുഭാഷും നികേഷും നിധിയുടെ വീട്ടിലേക്ക് വരികയാണ്. രാജീവനും ശിവനും അത്രയും നേരം സുധീഷ് കുറ്റക്കാരനാണ് എന്ന മട്ടിലാണ് നിധിയോട് സംസാരിച്ചത്. നീ കണ്ടില്ലേ അവൻ പണവുമായിട്ട് കടന്നു കളഞ്ഞത്? അവൻ ഇതിനു വേണ്ടിയിട്ടാണ് നിന്നെ സ്നേഹിച്ചത്, അല്ലാതെ നിന്റെ സൗന്ദര്യമോ പഠിത്തോ അതൊന്നും കണ്ടിട്ടല്ല നിന്നെ അവൻ സ്നേഹിച്ചത്. അവൻ്റെ സ്നേഹം ആത്മാർത്ഥമായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പണം കൊണ്ട് അവൻ കടന്നു കളയുമായിരുന്നു. ദുഷ്ടൻ! എത്ര ഞാൻ അവനെ സ്നേഹിച്ചു. നിന്നോടുള്ള പിണക്കം മറന്ന് ഞാൻ അവനെ സ്നേഹിക്കാൻ തുടങ്ങിയതായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ അവൻ നമ്മുടെ ചതിച്ചു കളഞ്ഞിട്ട് കടന്നു കളഞ്ഞത്? അല്ലെങ്കിൽ ഇത്രയും സ്നേഹിച്ച് അവൻ ഈ വീട്ടിനകത്ത് കയറ്റി അവനെ മകനെ പോലെ സ്നേഹിച്ചിട്ട് ആ പണം കൊടുത്തു വിടുമ്പോൾ അവൻ അതും കൊണ്ട് കടന്നു കളയുമോ? നീ ആലോചിച്ച് നോക്ക്, ഇനി അവനോടൊപ്പം പോകണമോ വേണ്ടയോ എന്ന്. ആ സമയത്ത് നിധിയും വിചാരിക്കുകയാണ് തൻ്റെ അച്ഛനും സഹോദരനും എല്ലാവരും സുധീഷിനെ ഒരു മകനെ പോലെ സ്നേഹിച്ചിട്ട് സുധീഷ് കാണിച്ചത് വളരെ മോശമായി പോയി. എന്നാലും സുധീഷ് ഇങ്ങനെയായിരുന്നു, ഞാൻ ഇത്രയും വിചാരിച്ചിരുന്നില്ല എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് രാത്രി ആരോ ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുന്നത് കാണുന്നത്. ഇത് കാണുന്ന രാജീവനും അരുണും കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ അത് സുധീഷാണ്. പെട്ടെന്ന് അവരുടെ മുഖമൊക്കെ വല്ലാതെ അങ്ങ് മാറുകയാണ്. രാജീവൻ അരുണിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ഇവൻ ഇതെങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്ന്. ദേഷ്യത്തോടു കൂടി സുധീഷ് അകത്തേക്ക് കയറി വരുമ്പോൾ രാജീവിൻ്റെ മുഖത്ത് നോക്കുന്ന സമയത്ത് രാജീവൻ പെട്ടെന്ന് പറയുന്നുണ്ട്, അയ്യോ മോനെ, ഇതെന്ത് പറ്റി? നിന്നെ ആരാണ് തട്ടിക്കൊണ്ട് പോയത്? നിന്നെ അവർ ഉപദ്രവിച്ചോ? എന്നോട് പറ, ഇത് ആരാണ് തട്ടിക്കൊണ്ട് പോയത് എന്ന്. അവനെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പെട്ടെന്ന് അവൻ്റെ സ്വഭാവം മാറ്റി സംസാരിക്കുകയാണ്. ഇത് കാണുന്ന നിധിയും പറയുന്നുണ്ട്, അതേ അച്ഛാ, ഇതാരാണ് സുധീഷിനോട് ഈ ക്രൂരത ചെയ്തത്? എന്നാലും സുധീഷെ, എന്താ പറ്റിയത്? പറയ്, എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? പറ സുധീഷെ, ആ പണവുമായിട്ട് പോയ സമയത്ത് എന്താണ് ഉണ്ടായത്? ആ സമയത്ത് സുധീഷ് പറയാണ്, എല്ലാം ഞാൻ പറയാം നിധി, പറയാം. അതിന് കുറച്ച് സാവകാശം വേണം. രാജീവനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അരുണിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. എന്തെങ്കിലും ഇവൻ അറിഞ്ഞിട്ടാണോ? നമ്മൾ ഏർപ്പെടുത്തിയ ഗുണ്ടകളാണ് അവൻ്റെ കയ്യിൽ നിന്നും ആ പണം തട്ടിയെടുത്തത് എന്നൊക്കെ അവൻ അറിഞ്ഞു കാണുമോ എന്നൊക്കെയുള്ള ടെൻഷൻ രണ്ടുപേരും മുഖത്തുണ്ട്. അതുകൊണ്ട് രണ്ടുപേരും മാറി മാറി പരസ്പരം നോക്കുകയാണ്. ആ സമയത്താണ് സുധീഷ് പറയുന്നത്, ഞാൻ പുറത്തേക്ക് പോയി ഒരാളെയും കൂടെ കൂട്ടിക്കൊണ്ടുവരാമെന്ന്. അങ്ങനെ സുധീഷ് പുറത്തു പോയി സുഭാഷിനെയും നികേഷിനെയും അതിലുള്ള 2 ഗുണ്ടകളെയും പിടിച്ചുകൊണ്ടാണ് അകത്തേക്ക് വരുന്നത്. ആ ഗുണ്ടകളെ കാണുമ്പോൾ ആ ടെൻഷൻ കൂടുകയാണ് രാജീവനും അരുണിനും. അരുണ് പറയുന്നുണ്ട്, അച്ഛാ, ഇവനെങ്ങനെ അറിഞ്ഞു കാണുമോ? ഇവനെങ്ങാനും സത്യം തുറന്നു പറഞ്ഞു കാണുമോ ഞങ്ങളാണ് ഇതൊക്കെ ചെയ്യിപ്പിച്ചതെന്ന്? ഇങ്ങനെ പതിയെ സംസാരിക്കുകയാണ്. അപ്പോൾ നിധി ചോദിക്കുകയാണ്, എന്താ അരുണേട്ടാ? ഇല്ല മോളെ, ഒന്നുമില്ല, ഇതെന്താ സംഭവിച്ചതെന്ന് ഞാൻ ചോദിക്കുകയായിരുന്നു. രാജീവൻ പെട്ടെന്ന് തന്നെ ആ ഗുണ്ടകളുടെ കഴുത്തിലേക്ക് കയറി പിടിച്ചിട്ട് പറയുന്നുണ്ട്, ആരാടാ ഇത് ചെയ്യിപ്പിച്ചത്? നിന്നെയൊന്നും ഞാൻ വെറുതെ വിടില്ല, ഞാൻ നിന്നെയൊക്കെ കൈകാര്യം ചെയ്യും എന്ന് പറയുമ്പോൾ സുഭാഷ് രാജീവൻ്റെ മുഖത്തേക്ക് ദേഷ്യത്തോടു കൂടി നോക്കുകയാണ്. ആ സമയത്ത് രാജീവൻ പറയുന്നുണ്ട്, എന്താ സുഭാഷേ, എന്ത് പറ്റി? എന്താ ഇങ്ങനെ എന്നെ തുറച്ചു നോക്കുന്നത്? അല്ല, നിങ്ങളുടെ അഭിനയം ഏതുവരെ പോവുമെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഇങ്ങനെയും ഒരു മനുഷ്യന് അഭിനയിക്കാൻ കഴിയുമോ? എന്താ സുഭാഷേ, എന്താ പറയുന്നത്? ഞാൻ അഭിനയിക്കുകയാണെന്നോ? എന്താ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ മോളെ ഈ സുഭാഷ് പറയുന്നത്? എനിക്കറിയില്ല അച്ഛാ. സുഭാഷേട്ടാ, എന്ത് പറ്റി സുഭാഷേട്ടാ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയും. മോളെ, നിന്റെ അച്ഛന് നിന്നോട് സ്നേഹമുണ്ടെന്ന് നീ കരുതുന്നുണ്ടോ? എന്താ സുഭാഷേട്ടാ, എന്താ അങ്ങനെ പറയാൻ? മോളെ, ഇയാൾ വെറും ചതിയനാണ്. നിന്നോട് കാണിക്കുന്ന സ്നേഹത്തിനൊന്നും ഒരാത്മാർത്ഥതയുമില്ല. ഇയാൾക്ക് പണം സമ്പാദിക്കണം, അതുമാത്രമേ ഉള്ളൂ. നിന്നെ സുധീഷിൽ നിന്നും പിരിച്ച് എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കണം. എന്നിട്ട് മറ്റൊരു പണക്കാരനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിക്കണം. അപ്പോൾ ആ സ്വത്തും ഇയാൾക്ക് നോക്കി നടത്താമല്ലോ എന്നൊരൊറ്റ ഉദ്ദേശം മാത്രമേ ഇയാളുടെ മനസ്സിലുള്ളൂ. അല്ലാതെ നിന്നോടും സുധീഷിനോടൊന്നും ഒരു തരിമ്പ് സ്നേഹം പോലും അയാൾക്കില്ല. പോട്ടെ, സുധീഷിൻ്റെ കാര്യം വിട്. നിന്നോടോ ഒരു തരി സ്നേഹം പോലും അയാൾക്കില്ല. അതൊക്കെ കാണിക്കുന്നത് വെറുതെയാണ് മോളെ, കപടമാണ്. ഇയാളുടെ മുഖംമൂടി വലിച്ചു കീറണം. ഇയാൾ നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ പാവങ്ങളാണെങ്കിലും ഇയാളെ നമ്മൾ എന്ത് സ്നേഹത്തോടു കൂടിയാണ് നമ്മുടെ വീട്ടിൽ സ്വീകരിച്ചിരുത്തിയത്. ഊണ് റെഡിയാക്കി കൊടുത്തു. അത് ആത്മാർത്ഥമായിട്ടായിരുന്നു ചെയ്തത്. നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ വേറൊരു വൈരാഗ്യവും പാടില്ല. അവരെല്ലാം മറന്ന് നമ്മുടെ വീട്ടിലേക്ക് വന്നതാണല്ലോ എന്നെനിക്ക് തോന്നിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ അത്രയും സ്നേഹത്തോടു കൂടി നിൻ്റെ അച്ഛനെ ക്ഷണിച്ചത്, സദ്യ ഒരുക്കി കൊടുത്തതുമെല്ലാം. എന്താ സുഭാഷേട്ടാ, അതിനിപ്പോൾ എന്തുണ്ടായെന്ന് സുഭാഷേട്ടൻ തുറന്നു പറയേ. എനിക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. ഇല്ല മോളെ, നീ എല്ലാം അറിയണം. ഇയാളുടെ ഓരോ കപട നാടകങ്ങളും ഞാൻ ഇപ്പോൾ വലിച്ചു കീറും. അതുകൊണ്ട് ഞാനത് ഓരോന്നായിട്ട് പറയാം.
അതിനുശേഷം നിനക്ക് സന്തോഷമാകുമല്ലോ, നിൻ്റെ വീട്ടിൽ പോയി നിൽക്കാൻ കിട്ടുന്ന അവസരമല്ലേ. എല്ലാവർക്കും ആഗ്രഹം കാണില്ലേ അവരവരുടെ വീട്ടിൽ പോകണമെന്നും അമ്മയും സഹോദരങ്ങളെയും കാണണമെന്നും അവരുടെ വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കണമെന്നൊക്കെ. അങ്ങനെ കരുതിയിട്ടാണ് ഇഷ്ടമില്ലെങ്കിലും സുധീഷിനെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. സുധീഷും അത് തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത്. ആദ്യം അവന് യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു ഇങ്ങോട്ട് വരാൻ. വീണ്ടും അവൻ നിനക്ക് സന്തോഷമാവുമല്ലോ എന്നൊരൊറ്റ കാര്യം വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ട് അവൻ എന്തുണ്ടായി? പറയേട്ടാ, പറ, എന്താണ്? ഞാൻ കാണുമ്പോൾ എല്ലാവരും സുധീഷിനോട് നല്ല സ്നേഹത്തോടെയാണല്ലോ പെരുമാറുന്നത്. എന്തു പറ്റി സുധീഷെ? ഇവിടെ എന്തെങ്കിലും സുധീഷിന് ഇഷ്ടപ്പെടാത്തതുണ്ടായിരുന്നോ? അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഇഷ്ടപ്പെടാത്തത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിധി. നിന്നെ കരുതി മാത്രമാണ് ഞാനിവിടെ കഴിഞ്ഞുകൂടിയത്. ഒരു മനുഷ്യനോട് ചെയ്യാൻ കാണിക്കുന്നതിൻ്റെ അങ്ങേ അറ്റം ക്രൂരതയാണ് ഇയാളും നിൻ്റെ സഹോദരനും എന്നോട് ചെയ്തത്. ഇത് എല്ലാം നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സഹിച്ചിവിടെ കടിച്ചു തൂങ്ങിക്കിടന്നത്. ഇയാൾ എന്നെ നിലത്തിരുത്തി നിന്നോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ഡൈനിങ് ടേബിളിൽ ഇരുന്ന സമയത്ത് ഇയാൾ എന്നെ എന്തെല്ലാം പറഞ്ഞ് ആക്ഷേപിച്ചെന്നറിയാവോ? വീണ്ടും അന്ന് നീ കാണുന്ന സമയത്ത് എന്നെ നിലത്തിരുത്തിയിട്ട് ഇവർ തമാശ കളിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ആക്ട് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. നിനക്ക് വേണ്ടി ഞാൻ അതെല്ലാം സഹിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊന്നും നിന്നോട് തുറന്നു പറഞ്ഞില്ലല്ലോ. നിനക്ക് വേദനിക്കേണ്ടെന്ന് ഞാൻ വിചാരിച്ചു. നിന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിന് മുന്നേ ഇയാൾ എൻ്റെ വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അന്ന് ഒരുപാട് സംസാരിച്ചു. അന്ന് ഇയാൾ എന്നോട് ഉറപ്പ് പറഞ്ഞു 7 ദിവസത്തിനകം എന്നെയും നിന്നെയുമായിട്ട് പിരിക്കുമെന്നും അവളെ അവിടെ സ്ഥിരമായിട്ട് നിർത്തുമെന്നും. അങ്ങനെ ഒരുപാട് വെല്ലുവിളികൾ ഇയാൾ എന്നോട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ നിന്നോട് തുറന്നു പറഞ്ഞില്ല. അങ്ങനെ ഓരോരോ കാര്യങ്ങളും ഞാൻ എന്തുമാത്രം പീഡനങ്ങൾ സഹിച്ചാണ് ഇവിടെ നിന്നതെന്ന് നിനക്കറിയാമോ? നിൻ്റെ ഏട്ടൻ അയാൾ എന്നോട് എങ്ങനെയാണ് പെരുമാറിയതെന്ന് നിനക്കറിയാവോ? നിങ്ങളെ കൂടെ നിൽക്കാനോ സംസാരിക്കാനോ പോലും യോഗ്യതയില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് അധിക്ഷേപിച്ചു. ശരിയാണ്, നിങ്ങളുടെ അത്രയും വളർച്ച ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഒരു സാധാരണ ആൾക്കാരാണ്. ഒരു സാധാരണ ജീവിതം എങ്ങനെയാണെന്ന് അറിയുന്നവരാണ്. നിങ്ങളെപ്പോലെ വലിയ പണമോ പത്രാസോ ബന്ധുക്കളോ ഒന്നും നമുക്കില്ല. ഞങ്ങൾ ജോലി ചെയ്ത് സമ്പാദിക്കുന്നത് അന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ കൂട്ടിവെക്കാറില്ല. പക്ഷേ ഞങ്ങളുടെ മനസ്സിൽ ഒരു ആത്മാർത്ഥമായ ഹൃദയമുണ്ട്. മനുഷ്യരെ മനസ്സിലാക്കാനും അവരെ സ്നേഹിക്കാനും പറ്റുന്ന ഒരു ഹൃദയമുണ്ട്. പക്ഷേ നിന്റെ അച്ഛനുണ്ടല്ലോ, നിന്നോട് ഈ കാണിക്കുന്ന സ്നേഹം പോലും വെറും ഒരു അഭിനയമാണ്. അത് നീ മനസ്സിലാക്കണം. അയാൾ വേറെ എന്തോ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് നിന്നെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അല്ലാതെ നിന്റെ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ എന്തെങ്കിലും അയാൾ സാധിച്ചു തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. വലിയൊരു വീടുണ്ട്, അതിനകത്ത് താമസിക്കുന്നു. ഒരു കൂട്ടിനകത്ത് അടച്ചിട്ടതുപോലെ താമസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ നിധി കാര്യം? നീ ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ആദ്യമൊക്കെ നിനക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നിരിക്കാം. പക്ഷേ നീ ഇപ്പോൾ എന്തുമാത്രം സന്തോഷവതിയാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടേത് ഒരു കൊച്ചു വീടാണ് എങ്കിലും അതിനകത്ത് കുറേ സ്നേഹിക്കാൻ അറിയാവുന്ന നല്ല മനുഷ്യരുണ്ട്. സുഭാഷ് ചേട്ടൻ, പാവം സുഭാഷ് ചേട്ടൻ നിന്നെ ഒരു പെങ്ങളെ പോലെയല്ലേ സ്നേഹിക്കുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ നിധിക്ക് വല്ലാതെ സങ്കടമാവുന്നുണ്ട്. എന്നിട്ട് സുഭാഷ് പറയുന്നുണ്ട്, മോളെ ഇതും കൂടെ നീ അറിയണം. നിൻ്റെ അച്ഛൻ എന്തോ ബിസിനസ് ആവശ്യത്തിന് പോകണം. നിൻ്റെ ഏട്ടനാണെങ്കിൽ കാലുവയ്യ. ഇതൊക്കെ പറഞ്ഞിട്ടല്ലേ സുധീഷിൻ്റെ കയ്യിൽ ആ 10 ലക്ഷം രൂപ നിർബന്ധിച്ചു കൊടുത്ത് ബാങ്കിൽ അടയ്ക്കാൻ കൊടുത്തു വിട്ടത്. അതെ ഏട്ടാ, അതെ, ഞാനും നിർബന്ധിച്ചിരുന്നു. അവർക്ക് സുഖമില്ലാത്തതല്ലേ, നീ ഒന്ന് കൊണ്ടുപോയി അടയ്ക്ക്, വേറെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം എന്താ ഉണ്ടായത്? മോളെ, അവൻ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ നിൻ്റെ അച്ഛൻ ഏർപ്പാടാക്കിയ 2 ഗുണ്ടകൾ അവിടെ ഉണ്ടായിരുന്നു. നിൻ്റെ അച്ഛൻ പറഞ്ഞതനുസരിച്ച് സുധീഷിൻ്റെ കയ്യിൽ നിന്നും ആ 10 ലക്ഷം രൂപ അവർ തട്ടിയെടുത്തു. എന്നിട്ട് ഈ ദുഷ്ടൻ പറയുന്നതിൽ വിഷമമുണ്ട് മോളെ. നിനക്കിഷ്ടപ്പെടില്ല എന്നറിയാം, എങ്കിലും പറയാതിരിക്കാൻ കഴിയില്ല. ഇയാൾ പറഞ്ഞത് എന്തെന്നറിയാവോ? അവനെ കൊന്നു കളഞ്ഞേക്കാൻ, അവനെ ഇനി പുറം ലോകം കാണിക്കണ്ട എന്ന്. അങ്ങനെ സുധീഷിനെ ഒരുപാട് ഉപദ്രവിച്ച ശേഷം ഒരു ഇരുമ്പ് കമ്പനിയിലാണ് കൊണ്ട് പൂട്ടിയിട്ടത്. പിന്നെ ദൈവഭാഗ്യം, അവന് ഒരു ഫോൺ കളഞ്ഞു കിട്ടുകയും അതിൽ നിന്നും എന്നെ വിവരങ്ങൾ അറിയിക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിധിക്ക് അങ്ങ് ഒരുപാട് സങ്കടവും അച്ഛനോടുള്ള ദേഷ്യവും ഒക്കെ വരുന്നുണ്ട്. നിധി ചോദിക്കുന്നുണ്ട്, ശരിയാണോ അച്ഛ? സുഭാഷ് ചേട്ടൻ പറയുന്നത് ശരിയാണോ അച്ഛ? എന്താ അച്ഛ ഈ കാണിക്കുന്നത്? എന്ത് ക്രൂരനാണ് നിങ്ങൾ! ഒരു മോളോട് പോലും നിങ്ങൾക്ക് ഇത്രയും സ്നേഹമില്ലേ അച്ഛ? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സുധീഷിനെ ഇവിടെ വിളിച്ചു വരുത്തി അപമാനിച്ചത്? അവരെന്നോട് എന്ത് നന്നായിട്ടാണ് പെരുമാറിയെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു മോളെപ്പോലെയാണ് അവിടെ സുഭാഷ് ചേട്ടൻ എന്നോട് പെരുമാറിയത്. എനിക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തന്നു. ഒരു കൊച്ചു വീട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും എനിക്ക് യാതൊരു കുറവും ഉണ്ടായിട്ടില്ല. എന്തു സന്തോഷമായിരുന്നു എനിക്കവിടെ. പക്ഷേ നിങ്ങൾ എന്താ അച്ഛ, നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയത് എന്താ അച്ഛ?
സുഭാഷ് ഏട്ടൻ പറയുന്നതെല്ലാം സത്യമാണോ? അച്ഛൻ എന്താ മിണ്ടാതെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, മോളെ ഞാൻ എന്തു പറയാനാണ്, നിനക്ക് ഈ അച്ഛന് വിശ്വാസമില്ലേ? അച്ഛൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിനക്ക് വേണ്ടിയല്ലേ അച്ഛൻ ജീവിച്ചിരിക്കുന്നത് തന്നെ. അങ്ങനെയല്ല എങ്കിൽ ഞാൻ നിന്നെ അവിടെ വന്ന് നാണം കെട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമായിരുന്നോ? നീ കണ്ടില്ലേ ഞാൻ സുധീഷിനോട് എങ്ങനെയാണ് പെരുമാറിയെന്ന്? ഞാൻ എന്തെങ്കിലും ദേഷ്യപ്പെട്ട് അവനോട് പെരുമാറിയിട്ടുണ്ടോ? അരുണ് പെരുമാറിയിട്ടുണ്ടോ? നീ കണ്ടിരുന്നോ അതൊക്കെ? ഇതൊക്കെ ഇവന്മാർ വെറുതെ പറയുന്നതാ മോളെ. അവൻ പണം തട്ടിക്കൊണ്ടു പോയിട്ട് അവസാനം അവൻ നല്ലവനാവാൻ ശ്രമിക്കുന്നതാ. അതിനവൻ്റെ ചേട്ടന്മാരും കൂട്ടുനിൽക്കുന്നു എന്നിങ്ങനെ പറയുന്ന സമയത്ത് നികേഷിന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. നികേഷ് ചാടിക്കയറി രാജീവൻ്റെ കോളറിൽ കയറി പിടിച്ചിട്ട് പറയുന്നുണ്ട്, താൻ എന്താടോ പറഞ്ഞത്? ഞങ്ങൾ കള്ളന്മാരാണെന്നോ? നിങ്ങൾ നല്ലവരാണെന്നോ? തനിക്ക് നാണമില്ലേടോ എൻ്റെ ഏട്ടന്മാരെ പറ്റി അങ്ങനെ പറയാൻ? ഇനി ഒരു വാക്ക് എൻ്റെ ഏട്ടന്മാരെ പറ്റി നിങ്ങൾ മോശമായിട്ട് സംസാരിച്ചാൽ നിങ്ങളുടെ ചെകിട അടിച്ച് പൊട്ടിക്കും. നിങ്ങൾ എന്താ വിചാരിച്ചിരുന്നത്? ഞങ്ങൾ പാവങ്ങളാണ്, പക്ഷേ നെറുകേട് കാണിക്കില്ല നിങ്ങളെപ്പോലെ. എന്തെങ്കിലും എൻ്റെ ഏട്ടന്മാരെ പറ്റി ഇനി നിങ്ങൾ വാ തുറന്നാൽ ഇനി ഈ നികേഷ് ആരെന്ന് നിങ്ങൾ അറിയും. ഇത്രയും നേരം നിങ്ങൾ പറയുന്നതെല്ലാം കേട്ട് ഞങ്ങളിവിടെ സമാധാനത്തോടു കൂടി നിന്നു. എന്നിട്ട് നിങ്ങൾ വീണ്ടും നല്ലവനാവാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് നാണമില്ലേടോ തൻ്റെ മകളുടെ മുമ്പിൽ വെച്ച് ഇത്രയധികം കള്ളം പറയാൻ? എൻ്റെ സുധീഷ് ഏട്ടനെ തട്ടിക്കൊണ്ടു പോകാൻ കൂട്ടുനിന്നിട്ട് എൻ്റെ സുധീഷ് ഏട്ടനെ കൊന്നു കളയാൻ വരെ പറഞ്ഞവനല്ലേടോ നിങ്ങൾ? അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, എടാ ചെക്ക, കൂടുതലങ്ങ് വിളച്ചിലെടുക്കല്ലേ, അതും എൻ്റെ മുമ്പിൽ നിന്നിട്ട്. നീയൊക്കെ എന്തറിഞ്ഞിട്ടാ എൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്ന് എന്നോട് ഇത്രയധികം ഉച്ചത്തിൽ സംസാരിക്കുന്നത്? ഇത് രാജീവിൻ്റെ വീടാണ് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, നിങ്ങൾ ആരോ ആയിക്കോട്ടെ, അതിന് ഞങ്ങൾക്കെന്താ? നിങ്ങൾ എത്ര വലിയ കൊമ്പത്തെ ആളായിരുന്നാലും എൻ്റെ സഹോദരനെ തൊട്ടവനെ ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് പറയുമ്പോൾ നിധിയും പറയുന്നുണ്ട്, അച്ഛാ, നിങ്ങളാണിത് ചെയ്തതെങ്കിൽ ഇന്ന് ഞാൻ ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും. നിങ്ങളുടെ 10 ലക്ഷം രൂപയോ നിങ്ങളുടെ സ്വർണമോ ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. എത്ര വലിയ കൊട്ടാരം ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. മനുഷ്യത്വം വേണോ അച്ഛാ? മനുഷ്യത്വം. മനുഷ്യരെ പോലെ ചിന്തിക്കാൻ പഠിക്കണം. കഷ്ടം. ഒരു മോളോട് ഒരു അച്ഛൻ ചെയ്യേണ്ടതൊക്കെയാണോ അച്ഛൻ ഇപ്പോൾ ചെയ്യുന്നത്? വളരെ മോശമായി പോയ അച്ഛ. സുധീഷിനെ സ്നേഹിച്ച് അച്ഛൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ എനിക്ക് അച്ഛനോട് ഒരുപാട് സ്നേഹം കൂടിയിരുന്നു, ഒരുപാട് ബഹുമാനം തോന്നിയിരുന്നു. എൻ്റെ അച്ഛൻ ഇത്രയും നല്ല മനുഷ്യനാണല്ലോ. അന്ന് ഞാൻ സുധീഷിൻ്റെ കൂടെ പോയപ്പോൾ അതെല്ലാം അച്ഛൻ മറന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത് എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. പക്ഷേ അതെല്ലാം അച്ഛൻ കളഞ്ഞു കുളിച്ചു. അപ്പോൾ നിധിയുടെ അമ്മയും അവിടേക്ക് വന്ന് പറയുന്നുണ്ട്, നിനക്ക് ഇന്നലെ കണ്ട ഇവനാണോടി വലുത്? ഇത്രയും നാളും നിന്നെ വളർത്തി വലുതാക്കിയ ഈ മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയാണോ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നത്? ഒരക്ഷരം പോലും അമ്മ മിണ്ടരുത്. അമ്മയും കൂടെ ഇതിന് കൂട്ടി നിന്നില്ലേ? സുധീഷിനെ ഇവിടെ വെച്ച് ഓരോന്ന് ചെയ്തിരുന്ന സമയത്ത് അമ്മ എന്തുകൊണ്ട് എന്നോട് വന്ന് പറഞ്ഞിരുന്നില്ല? അപ്പോൾ അമ്മയും അറിഞ്ഞുകൊണ്ട് അച്ഛന് കൂട്ടുനിന്നു. അതുകൊണ്ട് അമ്മ ഇനി ഒരക്ഷരം പോലും എന്നോട് മിണ്ടരുത്. വാ സുധീഷേ എന്ന് പറഞ്ഞ് സുധീഷിൻ്റെ കൈയും പിടിച്ച് നിധി ആ വീട് വിട്ടിറങ്ങുകയാണ്. ഇനി ഒരു കാര്യം കൂടെ പറയാം, ഇനി മേലാൽ മോളാണെന്നോ എന്നെ കാണണമെന്നോ പറഞ്ഞിട്ട് ആ വീടിൻ്റെ പടി ചവിട്ടിയേക്കരുത്. ഒരുപാട് പണവും സ്വത്തുക്കളും ഇല്ലെന്നേ ഉള്ളൂ. അവിടെ കുറേ മനുഷ്യരുള്ളത് കൊണ്ട് കുറേ സന്തോഷത്തോടു കൂടി ഈ വീട്ടിൽ ഇത്രയും നാളും എനിക്ക് കിട്ടാത്ത ആ ഒരു സന്തോഷം എനിക്കിപ്പോഴാണ് കിട്ടിത്തുടങ്ങിയത്. ദയവ് ചെയ്ത് അതിനെ നശിപ്പിക്കരുത്. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി നിങ്ങൾ തിരിഞ്ഞു നോക്കരുത് എന്ന് പറഞ്ഞ് സുധീഷിൻ്റെ കൈയും പിടിച്ച് നിധി ആ വീട് വിട്ടിറങ്ങുകയാണ്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും. ബൈ.